സെല്ലുലോയിഡിൽ ഇന്ന് അതിഥിയായിട്ടിരിക്കുന്നത് പൂജിത മേനോനാണ്. സ്പാ 3rd വീക്കാണ് ഇപ്പോ തിയേറ്ററുകളിൽ. എത്രത്തോളം ഒരു കിക്ക് തരുന്നുണ്ട് അത്? ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. ഓരോ ദിവസം നമ്മൾ ടീമിന് ഷൈൻ സർ ആയിക്കോട്ടെ, നമ്മുടെ എൻറ്റയർ ടീം നമ്മൾ ഫ്രീ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും തിയേറ്ററിൽ എല്ലാ ദിവസവും പോകും. സെറ്റിൽ എങ്ങനെയായിരുന്നു ആക്ച്വലി നിങ്ങൾ? അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. ആ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഇറ്റ് വാസ് ലൈക്ക് റിയലി നൈസ്. പിന്നെ ദിസ് ദ ഫസ്റ്റ് മൂവി വേർ ഞാൻ ഫുൾ മൂവിക്ക് ഞാൻ തന്നെ ഡബ് ചെയ്യണേ. ആദ്യത്തെ ഒരു തോട്ട് എന്തായിരുന്നു? ഇതെങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കുക? നിങ്ങളുടെ ഒരു ചോയ്സ് പുറത്ത് കാണിക്കുമ്പോൾ പോലും ഒരു പക്ഷേ ലൈംഗികതായിട്ടുള്ള കമന്റുകൾ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ 18+ ആണെങ്കിൽ കൂടി തന്നെ അതിൽ വൾഗാരിറ്റി ഒട്ടുമേ ഇല്ല. ഇറ്റ്സ് മോർ ഓഫ് എക്സ്പ്രഷൻസ് ആൻഡ് നമ്മളുടെ വോയിസിൻ്റെ എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻസും ആക്ടറിൻ്റെ കോൺവെർസേഷൻസിലാണ് കൂടുതലും കൺവേ ചെയ്തിരിക്കുന്നത്. ഗേൾസ് കോൺഫിഡൻ്റ്ലി പറയണം നമ്മൾ സ്പായിലേക്ക് പോകാറുണ്ട്, പക്ഷെ ഗൈസിന് അത്ര കോൺഫിഡൻസ് ഇല്ല മിക്ക സമയത്തും. സ്വീറ്റ് അല്ലാതെ ഇതിലൊരു മറ്റൊരു കഥാപാത്രം ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഇത് ചെയ്യും. എനിക്ക് രാധികയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്തൻ ചേട്ടൻ്റെ കൂടെ. അത് ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി രാധികയുടെയും മാത്തൻ ചേട്ടൻ വിനീത് ചേട്ടൻ്റെ എന്താ പറയുക, അവരുടെ ഐ കോണ്ടാക്റ്റും ആ സ്മൈലിലും ഉള്ള അതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ, അതിൽ തന്നെ കുറെ ഡെപ്തും ഇൻറ്റൻസിറ്റിയും ഉണ്ട്.